നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാടിൻ്റെ പ്രേമപൂജ തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ഉണ്ണിദത്തൻ ഉറങ്ങുകയാണെന്ന് മനസ്സിലായപ്പോൾ പൂജ സെൽഫോണുമായി ഓഫീസ് റൂമിൽ കയറി. ഉണ്ണിയെ ആദ്യ കണ്ടെത്തിയ വിവരം അവൾ മായാ ശ്രീനിവാസിനെ അറിയിച്ചിരുന്നു. മമ്മിയെ വിളിച്ച് പുതിയ സംഭവ വികാസങ്ങൾ അവൾ പറഞ്ഞു കേൾപ്പിച്ചു. എന്റെ മോനെ ആദ്യം എനിക്ക് വിട്ടുതന്നു. ഞാൻ അനുഭവിച്ച വേദനകൾക്കൊക്കെ ഫലം കണ്ടു. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റുപോയെന്ന് തോന്നിയതായിരുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ആദിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. മോനെ എനിക്ക് തരാതെ ആദി പോയെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. പൂജയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മോളെ, ആന്തലോടെയുള്ള വിളി പൂജയുടെ കാതിൽ വീണു. അതേ മമ്മി, ഉമാദത്തിന്റെയും ആമിയുടെയും മകനെ കാണാതെ പോയ വാർത്ത അറിയാത്തവരായി ആരുമില്ല. ആ സംഭവത്തോടെ ഉണ്ണി അവരുടെ മകനായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്പിടി അവനെ തട്ടിയെടുത്തത് എന്നോടുള്ള പകവച്ചായിരുന്നു. ആദ്യം അവനെ രക്ഷപ്പെടുത്തിയതോടെ പൂജ ഒന്നുമല്ലാതായി. വീണ്ടും അവകാശവാദവുമായി ചെല്ലാൻ എനിക്കെങ്ങനെ കഴിയും? ഉണ്ണിയെയും കൊണ്ട് ആദ്യം തിരിച്ചുപോയെന്നറിയുന്ന നിമിഷം ജീവനൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. മൈ ഗോഡ്! മറുഭാഗത്തു നിന്ന് ഒരു വിലാപം വന്നു. രണ്ടാമതും ആദി എനിക്ക് ജീവൻ തിരിച്ചു തന്നു. ഒരിക്കൽ കുഞ്ഞെന്ന മോഹമുണ്ടാക്കി അവൻ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ഇപ്പോ എന്റെ കുഞ്ഞിനെ തന്ന് ജീവിക്കാൻ അനുവദിച്ചു. ആദിയോടുള്ള കടപ്പാട് ഞാൻ ഒരു കാലത്തും മറക്കില്ല മമ്മി. ആമിയോട് അവൻ എന്തു പറയും? ഉണ്ണിയെ കണ്ടെത്താനായില്ലെന്ന് പറയും. എത്രയും വേഗം ഉണ്ണിയുമായി എനിക്ക് കേരളം വിട്ടു പോകണം മമ്മി. അവൾ തിടുക്കപ്പെട്ടു. ആമിയുമായി അവൻ ഫോണിൽ ബന്ധപ്പെടില്ലേ? വീട്ടിലെയും സെൽഫോണുകളുടെയും നമ്പറുകൾ ഉടനെ മാറ്റുമെന്ന് ആദി വാക്ക് തന്നിട്ടുണ്ട്. ഇപ്പോ എന്റെ ഫോണിൽ നിന്ന് ആമിയെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അവിടുത്തെ 2 നമ്പറിലേക്കും കോൾ പോകില്ല. മനസ്സ് വേദനിച്ചിട്ടാണെങ്കിലും ആമിയെക്കുറിച്ച് അവനോട് കുറെ കളവുകൾ പറയാതെ തരമില്ല മമ്മി. ആമിയോ മുത്തശ്ശിയോ ഭൂമിയിൽ ഇല്ലെന്ന് പോലും എനിക്ക് പറയേണ്ടി വരും. പൂജ, എങ്ങനെ നിനക്കിതൊക്കെ പറയാൻ കഴിയുന്നു? സാഹചര്യം മനുഷ്യരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുകയല്ലേ മമ്മി? കുറെ കാലം അവൻ സങ്കടപ്പെടുകയും ശാഠ്യം പിടിക്കുകയും ചെയ്യും. സാവകാശം കാര്യങ്ങൾ അവൻ മനസ്സിലാക്കും. അവൻ എന്നെ ഉൾക്കൊള്ളാനാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് മമ്മി. അവൾ പ്രത്യാശയോടെ മന്ദഹസിച്ചു. നാളെ ഇവിടെ വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഉണ്ണിയേയും കൊണ്ട് കടപ്പുറത്തു പോകും. ഷാനുവിന്റെ ബാപ്പയെയും ഉമ്മയെയും കാണും. എല്ലാ സത്യങ്ങളും ആ പാവങ്ങൾ അറിയും. ഞങ്ങൾക്കൊപ്പം വരാൻ അവർ തയ്യാറാണെങ്കിൽ കൂടെ കൊണ്ടുപോകും. എന്റെ കൂടെ ഡൽഹിക്ക് വരുന്നുണ്ടോ എന്ന് ഞാനൊരിക്കൽ ബാപ്പയോട് ചോദിച്ചു. മോള് വിളിച്ചാൽ ഞങ്ങൾ എവിടെയും വരുമെന്ന് ബാപ്പ പറഞ്ഞു. മറുവശത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. പൂജ ചിരിച്ചു. മമ്മിയുടെ മനസ്സ് ഞാൻ അറിയുന്നുണ്ട്. അങ്ങോട്ടവരെ കൂട്ടിക്കൊണ്ടുവന്ന് മമ്മിക്ക് നാണക്കേടൊന്നും ഞാൻ ഉണ്ടാക്കില്ല. നാളെ അവർ ഒപ്പം വന്നാൽ നേരെ ഇടുക്കിക്ക്, അല്ലെങ്കിൽ ഡൽഹിക്ക്. എനിക്കെന്ത് നാണക്കേട്? വലിയ അപമാനവും നാണക്കേടും വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. ജീവന്റെ അറസ്റ്റ് പുറത്തറിയുമ്പോൾ തല താഴ്ത്തേണ്ടി വരില്ലേ? ഡൽഹിക്ക് പോകാൻ ഞാനും തീരുമാനിച്ചു. ഇനി ഈ നാട്ടിൽ ഞാൻ മാത്രം എന്തിനു ജീവിക്കണം? താങ്ക് യു മമ്മി, താങ്ക് യു. ഒരു പേരും അവശേഷിപ്പിക്കാതെ ഇവിടെ നിന്ന് നമുക്ക് പോകണം. ഇനി ഒരു മടങ്ങി വരവും ഉണ്ടാകരുത്. അവൾ സംസാരം അവസാനിപ്പിച്ചു. വാഗമണിലെ ബോണാമിലെ ബംഗ്ലാവിൽ ലൂയിസും സാബുവും എത്തുമ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞിരുന്നു. ലൂയിസ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാന്തപ്പൻ ഓടി വന്നു. എന്നതാ മുതലാളി ഒരു മുന്നറിയിപ്പുമില്ലാതെ? പോലീസാന്ന് പറഞ്ഞ് ഇവിടെ ആരെങ്കിലും വന്നോടാ? ഇല്ല മുതലാളി. ലൂയിസ് സാബുവിന്റെ നേരെ തിരിഞ്ഞു. വണ്ടി ഷെഡിൽ കയറ്റിക്കോ. അവൻ വന്നാൽ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിയണ്ട. സാബു ഇന്നോവ ബംഗ്ലാവിന്റെ വലതുഭാഗത്തുള്ള ആസ്ബറ്റോസ് ഷീറ്റിട്ട ഷെഡിലേക്ക് കയറ്റി വാതിലടച്ചു. ലൂയിസ് ഹാളിൽ വന്നിരുന്നു. ശാന്തപ്പൻ ഭവ്യതയോടെ മുന്നിൽ നിന്നു. രാത്രി ഞാനും സാബുവും ഇവിടെ ഉണ്ടാകും. വേലുസ്വാമി എവിടാ ഉള്ളത്? അയാൾ നല്ല തണ്ണിയില്ല. അവനും നീയും ഇപ്പൊ തന്നെ ഒളിവിൽ പോകണം. ഡ്രൈവർ മോനിച്ചനെ വിളിച്ച് ഇവിടെ വന്ന് നിൽക്കാൻ പറ. ഞങ്ങൾ ഇവിടെയുള്ള വിവരം ആര് വന്ന് അന്വേഷിച്ചാലും മോനിച്ചൻ പറയരുത്. ശരി മുതലാളി. എന്നാ ചെല്ലേ. ഞാൻ പറയാതെ നിങ്ങൾ 2 പേരും പുറത്തു വരരുത്. ഇല്ല. ശാന്തപ്പൻ അകത്തേക്ക് പോയി. ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൂയിസ് എടുത്തു നോക്കി. ശരവണന്റെ കോളാണ്. ആ പറഞ്ഞോ. സാറേ, ഞങ്ങൾ വാഗമണിലെത്തി. ഇവിടെ ഒരു റിസോർട്ടിൽ മുറിയെടുത്തു. കള്ളപ്പേരിലാ മുറിയെടുത്തത്. രാത്രി സാറിന്റെ ബംഗ്ലാവിൽ നിന്ന് ശാന്തപ്പനെ കസ്റ്റഡിയിലെടുക്കാനാ
ആദിയുടെ പ്ലാൻ. മിക്കവാറും അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പുറപ്പെടും. ശാന്തപ്പനെ സ്ഥലത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ സംഗതി സീരിയസ് ആകും. അവൻ വരട്ടെ. ഇയാൾ വിവരങ്ങൾ അപ്പപ്പോ എന്നെ അറിയിച്ചാൽ മതി. സാർ എവിടെയുണ്ട്? വാഗമണിൽ തന്നെ ഞാനും ഉണ്ടടോ. ലൂയിസ് ഫോൺ വെച്ചു. അവൻ ഇങ്ങോട്ട് വരാൻ പോകുന്നെന്ന്. നമ്മൾ ഇവിടെ നിന്ന പ്രശ്നമാവുമോ? സാബു സംശയിച്ചു. ബംഗ്ലാവിനുള്ളിൽ കയറി പരിശോധന നടത്താനൊന്നും അവൻ ധൈര്യപ്പെടില്ല. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുറ്റത്തേക്കൊരു വാഹനം പ്രവേശിച്ചത് സാബു അറിഞ്ഞു. അവൻ എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് ചെന്നു. അതൊരു ലോറിയായിരുന്നു. ഹെഡ്ലൈറ്റ് അണഞ്ഞു. മോനിച്ചനാണ്, സാബു പറഞ്ഞു. ചാരിയിരുന്ന വാതിൽ തുറന്ന് മോനിച്ചനകത്ത് വന്നു. 55 വയസ്സ് വരും അയാൾക്ക്. കാക്കി ഷർട്ടും കൈലിയുമാണ് വേഷം. ലൂയിസിന്റെ മുന്നിൽ തൊഴുതു പിടിച്ച് അയാൾ നിന്നു. പെട്ടെന്ന് ഇവിടം വരെ വരാൻ ശാന്തപ്പൻ വിളിച്ചു പറഞ്ഞു. ആ, ശാന്തപ്പനെയും വേലുസ്വാമിയെയും അന്വേഷിച്ച് 2 പേർ ഇവിടെ വരും. കുറച്ച് കാശിന്റെ ഏർപ്പാടാണ്. അവരിവിടെ നിന്ന് പോയിട്ട് 3 വർഷമായെന്ന് പറഞ്ഞാൽ മതി. മുറിയിലോട്ട് കയറാൻ നീ സമ്മതിക്കരുത്, ലൂയിസ് പറഞ്ഞു. അത് ഞാൻ ഏറ്റു മുതലാളി. ലോറിയുടെ കീ മോനിച്ചൻ ചുവരിൽ തറച്ച ആണിയിൽ തൂക്കിയിട്ടു. അവർ വന്നിട്ട് നീ പൊയ്ക്കോ, ലൂയിസ് പറഞ്ഞതും മറ്റൊരു വാഹനത്തിന്റെ ഇരമ്പൽ കേട്ടു. ലോറിക്ക് പിന്നിൽ ഒരു സ്കോർപിയോ വന്നു നിൽക്കുന്നത് സാബു കണ്ടു. ഡോർ തുറന്ന് ആദിയും ശരവണനും ഇറങ്ങുന്നത് കണ്ടതും സാബു പിന്നോട്ട് വലിഞ്ഞു. അവരയച്ചായ. വാതിൽ തുറക്കാൻ മോനിച്ചന് സംജ്ഞ കൊടുത്തിട്ട് ലൂയിസും സാബുവും അകത്തേക്ക് വലിഞ്ഞു. കോളിംഗ് ബെൽ മുഴങ്ങി. അകത്തുനിന്ന് ഹാളിലെ സംസാരം ലൂയിസ് കേട്ടു. ശാന്തപ്പൻ എന്ന ലൂയിസിന്റെ ജോലിക്കാരനെ കുറിച്ചാണ് ആദ്യം അന്വേഷിച്ചത്. ഒരു വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ശാന്തപ്പനെ കാണേണ്ടതെന്ന് ആദ്യ പറഞ്ഞു. മഞ്ഞപ്പിത്തം പിടിച്ച് 2 കൊല്ലം മുമ്പ് ശാന്തപ്പൻ മരിച്ചുപോയെന്ന് മോനിച്ചൻ തട്ടിവിടുന്നത് ലൂയിസ് കേട്ടു. ലയത്തിൽ കഴിയുന്ന വേലുസ്വാമിയെപ്പറ്റി ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ തനിക്കറിയില്ലെന്ന് മോനിച്ചൻ പറഞ്ഞു. ആദിയും ശരവണനും പെട്ടെന്ന് മടങ്ങിപ്പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ശാന്തപ്പന്റെ കോൾ ലൂയിസിന് വന്നു. 2 പേർ ലയത്തിൽ ചെന്ന് വേലുസ്വാമിയെപ്പറ്റി അന്വേഷണം നടത്തിയിട്ട് പോയത്രേ. കാര്യങ്ങളുടെ ഗൗരവം സാബുവിന് അപ്പോഴാണ് ബോധ്യമായത്. 9 മണിയായപ്പോൾ ശരവണൻ ലൂയിസിന് വിളിച്ചു. ശാന്തപ്പനും വേലുസ്വാമിയും കൈവിട്ടത് ആദിയെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അവരെ അവന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കളി മാറിയേനെ. 2 ഇടിച്ചു പിഴിഞ്ഞ് അന്ന് നടന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനാ ആദി പദ്ധതിയിട്ടത്. പിന്നീട് സാബുവിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു തീരുമാനം, ലൂയിസ് മൂളി. ശാന്തപ്പനും വേലുസ്വാമിയും ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ ലൂയിസ് സാർ ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് ഓനച്ചനാണ്. അവനെ കൊടുക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇയാളിപ്പോ എവിടെയാ ഉള്ളത്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഒരു ഫ്രണ്ടിന്റെ ക്ഷണം സ്വീകരിച്ച് ആദ്യ പോയി. റിസോർട്ടിൽ ഞാൻ തനിച്ച. അവൻ രാവിലെയെ തിരിച്ചു വരൂ. അത് കേട്ടപ്പോ ലൂയിസിന് ഉത്സാഹമായി. ഇയാൾ ഇങ്ങോട്ട് പോന്നേക്ക്. ഞാൻ ബോണോമിലെ ബംഗ്ലാവിലുണ്ട്. നിങ്ങൾ വന്നപ്പോൾ ഞാനും സാബുവും അകത്തുണ്ടായിരുന്നു. വരവ് നടക്കില്ല സാറേ. സ്കോർപിയോ ആദ്യ കൊണ്ടുപോയി. ഇവിടെ വേറെ വാഹനമൊന്നുമില്ല. റിസോർട്ട് എവിടാന്ന് പറ. സാബു വണ്ടിയുമായി വരും. ശരവണൻ പറഞ്ഞ റിസോർട്ടിലേക്ക് സാബു അപ്പൊ തന്നെ ഇന്നോവയുമായി പോയി. ലൂയിസ് 4ാമത്തെ പെഗ് കഴിച്ചപ്പോൾ സാബു ശരവണനെയും കൂട്ടി വന്നു. ലൂയിസിന്റെ മുന്നിൽ ബഹുമാനം കാണിച്ച് ശരവണൻ നിന്നു. ഇരിക്കടോ, തന്റെ മോഹം ലൂയിസ് സാധിച്ചു തരും. ഓ. അപ്പോഴും ബഹുമാനം വിടാതെ ശരവണൻ ഇരുന്നു. സാബു 3 ഗ്ലാസ്സിലും വിസ്കി പകർന്നു. ലൂയിസ് ഒരു ഗ്ലാസ് എടുത്ത് ശരവണന് കൊടുത്തു. ഇതുപോലെ അടുത്തിരുത്തി ലൂയിസ് ഒരു പോലീസുകാരനെയും സൽക്കരിച്ചിട്ടില്ല. ഇനിയുള്ള കാലം സാറിന്റെ കൂടെ ഞാൻ ഉണ്ടാവും, ശരവണൻ ഉറപ്പു കൊടുത്തു. ലൂയിസ് കാൽമുട്ടുകൾ ഒഴിഞ്ഞു. 2-1 ഉറച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവന്റെ അളിയൻ ഉമാദത്തന്റെ വിധി അവനുമുണ്ടാകണം. ചുരമിറങ്ങി അവൻ പോകരുത് ശരവണ. നമ്പടിയുടെ ആത്മാവിനെ സാക്ഷി നിർത്തിയാ ഞാൻ പറയുന്നത്. ഞാൻ എന്നാ വേണമെന്ന് ശരവണൻ പറ. ഏലത്തോട്ടം, പ്രൊമോഷൻ, എന്തും ലൂയിസ് തരും. എനിക്കവനെ തീർത്തേ തീരൂ. ലൂയിസ് നല്ല ഫോമിലാണെന്ന് ശരവണന് മനസ്സിലായി. സാറ് പറഞ്ഞാ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. ശരവണൻ അടുത്ത പെഗ് കയ്യിലെടുത്തു. നാളെ പകൽ കൂടി താൻ അവനെ ഇവിടെ പിടിച്ചു നിർത്ത്. രാത്രി ഞാൻ പറയുന്ന സ്പോട്ടിൽ എത്തിച്ചതാ. മദ്യം കഴിച്ചിട്ട് ശരവണൻ ഗ്ലാസ് വെച്ചിട്ട് ഒരു പിടി കശുവണ്ടി പരിപ്പ് വാരി വായിലേക്കിട്ടു. ആദ്യം എവിടാ എത്തിക്കേണ്ടത്? ഞാൻ കൊണ്ടുവരും. കാരിക്കാട്, ശരവണൻ തലയാട്ടി. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു. ലൂയിസ് സാബുവിനെ നോക്കി. മോനിച്ചനോട് വരണ്ടെന്നല്ലേടാ പറഞ്ഞത്. ശരവണൻ പാൻസിന്റെ പിന്നിൽ തിരികെ വെച്ച് സർവീസ് റിവോൾവർ എടുത്തു. അയാൾ ചെന്ന് വാതിൽ തുറന്നിട്ട് കതകിന് മറഞ്ഞു നിന്നു.
കാവി മുണ്ടും ഷർട്ടും ധരിച്ച് കാവിത്തോർത്ത് തല പുതച്ച് താടിക്കടിയിൽ മുറുക്കിക്കെട്ടി ഒരാൾ അകത്ത് കിടന്നു. ആരടാ? സാബു ചാടി എഴുന്നേറ്റു. ശരവണൻ ഇരയെ കുടുക്കിയതുപോലെ കതകടച്ചു കുറ്റിയിട്ടു. ആഗതൻ തോർത്തു വലിച്ചഴിച്ചതും ലൂയിസ് നടുക്കം കൊണ്ടു. ആദി! ഇച്ചായ, ഇത് ചതിയാ! സാബു ഉറക്ക വിളിച്ചുകൊണ്ട് ആദിയുടെ നേരെ പാഞ്ഞു ചെന്നു. ആദി മുണ്ടുമടക്കി കുത്തി ഒന്നുയർന്ന് സാബുവിന്റെ നെഞ്ചിൽ ചവിട്ടി. റീവൈൻഡ് ചെയ്തതുപോലെ സാബു പിന്നിലേക്ക് പോയി. എടാ! അലറിക്കൊണ്ട് ലൂയിസ് എഴുന്നേറ്റു. അയാളുടെ നെറ്റിയിൽ റിവോൾവർ മുട്ടിച്ച് ശരവണൻ സെറ്റിയിലിരുത്തി. ആയുസിന്റെ ബലം കൊണ്ടാ അന്ന് നിന്റെ ട്രാപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് ഒറ്റുകാരനായി ഞാൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് കരുതിയോ? ഇതും ഒരു ട്രാപ്പായിരുന്നു ലൂയിസേ. നിന്നെയും നിന്റെ വളർത്തുനായെയും വാഗമണിലെത്തിക്കാൻ ഞാൻ നടത്തിയ പ്ലേ. ശരവണൻ പൊട്ടിച്ചിരിച്ചു. എഴുന്നേറ്റ് വന്ന സാബുവിനെ ആദ്യം നേരിട്ടു. അവന്റെ തല കക്ഷത്ത് കയറ്റി ആദ്യം മുന്നോട്ട് കുതിച്ചു. ചുവരിനടുത്തെത്തിയതും പിടിവിട്ടു. റോക്കറ്റ് പോലെ പാഞ്ഞു ചെന്ന് ചുവരിൽ ശിരസിടിച്ച് സാബു നിലത്ത് വീണു. ആദ്യം നടന്ന് ലൂയിസിന്റെ അടുത്ത് വന്നു. വലതുകാൽ ഉയർത്തി ടീപ്പോയിൽ ചവിട്ടിയപ്പോ കുപ്പിയും ഗ്ലാസുകളും വിറച്ചു. മുണ്ടക്കയം ലൂയിസ്, ഇങ്ങനൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ലൂയിസ് പതറാതെ ഇരുന്നു. നിലത്ത് കിടന്ന് ഞരങ്ങുന്ന സാബുവിനെ അയാൾ കണ്ടു. എന്തായാലും നമ്മൾ ഒന്നുകൂടി കണ്ടു, അതും ഇടുക്കിയിൽ വെച്ച്. നിങ്ങൾ എന്റെ ദത്തേട്ടന്റെ ഘാതകനായി. ലൂയിസ് പുച്ഛിച്ചു. നീ എന്നെ ഒരു ചുക്കം ചെയ്യുകയില്ല. അത്രയും ആത്മവിശ്വാസം വേണോ ലൂയിസേ? എന്നാ തെളിവാടാ കോപ്പേ നിന്റെ കയ്യിലുള്ളത്? ആദി പെട്ടെന്ന് ചിരിച്ചു. നിനക്ക് തെറ്റിപ്പോയല്ലോ ലൂയിസേ. നിന്നെ ചോദ്യം ചെയ്ത് കുറ്റം സമ്മതിപ്പിച്ച് കോടതി മുറിയിൽ എത്തിക്കാൻ വന്നതല്ല ഞാൻ. ശിക്ഷ വിധിക്കാനാ വന്നത്. മരണശിക്ഷ. ലൂയിസ് ഒന്നുലഞ്ഞു. ഞാനൊരു ജനപ്രതിനിധിയാണ്. നീ വെറും വാലാട്ടി നിൽക്കുന്ന നായ മാത്രമാണടാ. ആദരവോടെയല്ലാതെ എന്റെ മുന്നിൽ നിൽക്കാൻ നിനക്ക് പറ്റില്ലടാ. അതിനുള്ള ആദരവ് നിനക്ക് കിട്ടും മരണാനന്തരം. ചിന്നിച്ചിതറിയ നിന്റെ ശരീരം കൂട്ടിക്കെട്ടി ഔദ്യോഗിക ബഹുമതികളോടെ അടക്കം ചെയ്തു കൊള്ളും. അതും പോരെങ്കിൽ ആകാശത്ത് ചുറ്റിത്തിരിയുന്ന നിന്റെ ആത്മാവിനെ ലക്ഷ്യമാക്കി ആചാരവെടിയും നടത്തിക്കും. ആദി ലൂയിസിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നമ്പിടിക്ക് കൊടുത്ത ഔദാര്യം പോലെ നിന്റെ കാര്യത്തിലും ഞാനൊരു ഇളവ് തരികയാണ്. ഒരു കൊലപാതകി എന്ന ലേബൽ നിന്നിൽ പതിയില്ല. CI ഉമാദത്തനെ നീ ചതിച്ചു കൊന്നെന്ന് ഒരു കുഞ്ഞുപോലും അറിയില്ല. നമ്മൾ 4 പേരും വാഗമണിൽ നിന്നിറങ്ങുകയാണ്. ഇനി നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ, കാരിക്കാട് വളവ്. ലൂയിസിന്റെ കഷണ്ടി കയറിയ ശിരസിൽ കൈ ചുരുട്ടി ആദ്യം ഒരിടി കൊടുത്തു. കാരിക്കാട് ചുരം. സമയം രാത്രി 12:55. ചാറ്റൽ മഴയിലൂടെ ഒരു ഇന്നോവ പതുക്കെ ഇറക്കമിറങ്ങി വന്നു. വളവ് തിരിയാതെ കൊക്കയുടെ മുന്നിലെ സിമന്റ് കെട്ടിന് മുന്നിലായി വണ്ടി നിന്നു. ഹെഡ്ലൈറ്റിന്റെ പ്രകാശം അനന്തതയിലേക്ക് അലിഞ്ഞുപോയി. ടോപ്പ് ലൈറ്റ് തെളിഞ്ഞു. മുന്നിലെ സീറ്റിൽ ഡോറിലേക്ക് ചരിഞ്ഞ് സാബു കുഴഞ്ഞു കിടപ്പുണ്ട്. ആദ്യം തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. അവിടെ കണ്ണുകൾ തുറിച്ചിരിക്കുകയാണ് ലൂയിസ്. തോർത്ത് തലയിലൂടെ പുതച്ചു കെട്ടി ആദ്യം കാറിൽ നിന്നിറങ്ങി. പിന്നിലെ ഡോർ തുറന്ന് അകത്ത് കയറി. ലൂയിസിന്റെ കൈകൾ കേബിൾ ടൈ കൊണ്ട് ബന്ധിച്ചിരുന്നു. കത്രിക എടുത്ത് ആദ്യം കേബിൾ ടൈ മുറിച്ചെടുത്തു. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു മറുവശം കൂടിയുണ്ടെന്ന് നീ അറിയാതെ പോയി ലൂയിസേ. ജീവൻ മാത്രം തിരിച്ചു തന്നാ മതി. ചെയ്ത കുറ്റം ഞാൻ ഏൽക്കാം, ശിക്ഷയും അനുഭവിക്കാം. തണുത്ത സ്വരത്തിൽ ലൂയിസ് പറഞ്ഞു. ഒരച്ഛന്റെ സ്നേഹം തന്നവനാ എന്റെ ദത്തേട്ടൻ. വെറും 26-ാം വയസ്സിലാ എന്റെ ആമിച്ചേച്ചി വിധവയായത്. നിന്നോട് ഞാൻ പൊറുക്കണോ ലൂയിസേ? ലൂയിസ് ശബ്ദിച്ചില്ല. ഗുഡ് ബൈ ലൂയിസ് അങ്കിൾ. ആദ്യ പുറത്തിറങ്ങി ഡോർ അടച്ചു. വണ്ടി ലോക്ക് ചെയ്തിട്ട് റോഡിലേക്ക് കയറി വന്നു. മിന്നൽ വെളിച്ചത്തിൽ റോഡിന്റെ ഓരത്തുള്ള കെട്ടിൽ കയറി നിന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മിന്നലല്ലാതെ പ്രകാശത്തിന്റെ ഒരു കണിക പോലും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. മഴനാമ്പുകൾക്കിടയിലൂടെ മഞ്ഞിച്ച വെട്ടം മുകളിൽ നിന്ന് വരാൻ തുടങ്ങി. ആടിയുലഞ്ഞിറങ്ങി വന്നത് ഒരു ലോറിയായിരുന്നു. വളവിലേക്ക് അടുത്തതും ലോറിയുടെ വേഗം വർദ്ധിച്ചു. ഹെഡ്ലൈറ്റുകളുടെ വെട്ടത്തിൽ ഇന്നോവയുടെ പിൻഭാഗം വ്യക്തമായി തെളിഞ്ഞു. ലോറിയുടെ ക്യാബിനിൽ വെളിച്ചമുണ്ടായിരുന്നു. ഡ്രൈവറുടെ സീറ്റിൽ ശരവണനെ ഒരു നിമിഷം ആദ്യം കണ്ടു. കുതിച്ചു വന്ന ലോറി ഇന്നോവയുടെ പിന്നിൽ ഇടിച്ചു കയറി. അതിഭയങ്കരമായ ശബ്ദമുണ്ടായി. അത് മലനിരകളിൽ തട്ടി പ്രകമ്പനം കൊണ്ടു. സിമന്റ് കെട്ട് തകർത്ത് ഇന്നോവ കൊല്ലിയിലേക്ക് മൂക്കുകുത്തി.
ആദി ഓടിയെടുത്തു. കൂരിരുട്ടിനു മീതെ വീണ മിന്നൽ വെട്ടത്തിൽ കിടിലം കൊള്ളിക്കുന്ന കാഴ്ച അവൻ കണ്ടു. ലോറിയുടെ മുൻഭാഗം കൊല്ലിയിലേക്ക് കുമ്പിടുന്നു. റോഡ് വക്കിടിഞ്ഞ് ലോറിയും അഗാധ ഗർത്തത്തിലേക്ക് മറിഞ്ഞു. ആദി അലറി വിളിച്ച് കൊല്ലിയുടെ മുൻപിൽ പാഞ്ഞു വന്നു. ശരവണൻ സാറേ! ആദിയുടെ നിലവിളി കാറ്റുകൊണ്ടുപോയി. കാരിക്കാട് ചുരം കനത്ത നിശബ്ദതയിൽ വിറങ്കലിച്ചു നിന്നു. ഉണ്ണിയെ ചുറ്റിപ്പിടിച്ചു കിടന്ന് പൂജ ഇടയ്ക്കെപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. ഉണ്ണിദത്തൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് അറിഞ്ഞാണ് അവൾ കണ്ണു തുറന്നത്. മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു. ഭീതിയോടെ അവൻ ചുറ്റും നോക്കി. മോനെ! പൂജ അവന്റെ ചുമലിൽ കൈവച്ചതും അവൻ ഞെട്ടിപ്പകച്ച് കരയാൻ തുടങ്ങി. മോന്റെ പൂജാമയ ഞാൻ, ദേ ഇങ്ങോട്ട് നോക്കടാ. അവൾ ഉണ്ണിദത്തന്റെ മുഖം പിടിച്ചു തിരിച്ചു. അവൻ പൂജയെ തിരിച്ചറിഞ്ഞു. എനിക്ക് അമ്മയെ കാണണം, അമ്മയുടെ അടുത്ത് പോണം, എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോ പൂജാമ്മേ. ഉണ്ണിദത്തൻ ഉറക്കെ കരയാൻ തുടങ്ങി. നമ്മൾ വളരെ ദൂരത്താ മോനെ, ഇപ്പൊ രാത്രിയാ, എന്റെ പൊന്നുമോൻ നിർബന്ധം പിടിക്കല്ലേ. പൂജ അവന്റെ നെറ്റിയിലും ദേഹത്തും കൈവച്ചു നോക്കി. പനി നിശേഷം വിട്ടുമാറിയിരുന്നു. അങ്കിൾ എവിടെ? അവൻ കട്ടിലിൽ നിന്നിറങ്ങാൻ ശ്രമിച്ചു. പൂജ അവനെ ബലമായി പിടിച്ചിരുത്തി. ഉണ്ണിദത്തന്റെ കരച്ചിൽ കേട്ട് ക്ലാരമ്മ വാതിൽ തുറന്ന് അകത്തു വന്നു. ആദി വരും, മോന്റെ അങ്കിളിന് ഒരുപാട് ജോലിയില്ലേ. പൂജാമ്മ എന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവോ? ആ, നാളെ മോനെ പൂജാമ്മ കൊണ്ടുപോകാം. മോന്റെ എല്ലാ ബന്ധുക്കളെയും പൂജാമ്മ കാണിച്ചു തരാം. ഇപ്പൊ മോൻ ഉറങ്ങിക്കോ. പൂജ അവനെ പിടിച്ചു കിടത്താൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല. എന്റെ അമ്മയെ കാണാൻ കൊതിയാവുക പൂജാമ്മേ. എന്നെ കാണാതെ എന്റെ അമ്മയും കരയുന്നുണ്ടാവും. പൂജാമ്മയുടെ ഫോൺ എനിക്ക് താ, അമ്മയോട് ഞാൻ സംസാരിക്കട്ടെ. പൂജ വാതിൽക്കൽ ശില പോലെ നിന്ന ക്ലാരമ്മയെ നോക്കി. ആ ഫോൺ എടുക്ക് ക്ലാരമ്മേ. ക്ലാരമ്മ ടേബിളിലിരുന്ന സെൽഫോൺ എടുത്ത് ഉണ്ണിദത്തിന് കൊടുത്തു. അവൻ ധൃതിയിൽ നമ്പർ കുത്തി വിളിച്ചു. ക്ലാരമ്മ ജിജ്ഞാസയോടെ പൂജയെ നോക്കി. അവളുടെ മുഖത്ത് ഒരു ഭാവപ്പകർച്ചയും ഉണ്ടായില്ല. കോൾ പോകാതെ വന്നപ്പോ ഉണ്ണിദത്തൻ പലതവണ പരിശ്രമിച്ചു. അമ്മയെ കിട്ടുന്നില്ല. അവൻ സങ്കടപ്പെട്ടു. പൂജാമ്മയും കുറെ നേരം ശ്രമിച്ചു നോക്കിയതാ, കിട്ടിയില്ല. നമ്മൾ നാളെ പോവുകയല്ലേ, മോൻ കിടക്ക്. അവൾ സെൽ വാങ്ങാൻ നോക്കിയെങ്കിലും അവൻ ഫോൺ കൊടുത്തില്ല. പിന്നീട് അവൻ ആദ്യം വിളിച്ചിട്ടും കിട്ടിയില്ല. എന്റെ അമ്മ കരഞ്ഞ് തളർന്നിട്ടുണ്ടാവും. ക്ലാരമ്മയുടെ കണ്ണു നിറഞ്ഞു. പൂജയിൽ അപ്പോഴും ഒരു കുലുക്കവും ഉണ്ടായില്ല. ഉണ്ണി കിടക്ക്, പനി വീണ്ടും വന്നാൽ പിന്നെ നാളെ നമുക്ക് പോകാൻ പറ്റില്ല. ഡോക്ടർ വന്ന് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും. അവൻ പൂജയ്ക്കെതിരെ ചരിഞ്ഞു കിടന്നു. അങ്ങനെ കിടന്ന് അവൻ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് പൂജ കണ്ടു. അമ്മേ, ഞാൻ പൂജാമ്മയുടെ അടുത്തുണ്ട്, സങ്കടപ്പെടല്ലേ എന്ന ഉള്ളടക്കം പൂജ വായിച്ചു. ഉണ്ണിദത്തൻ മെസ്സേജ് സെൻഡ് ചെയ്യാൻ നോക്കിയെങ്കിലും അതിലും പരാജയപ്പെട്ടു. ക്ലാരമ്മ പോയി കിടക്ക്, പൂജ പറഞ്ഞു. ക്ലാരമ്മ പുറത്തേക്ക് നടക്കുമ്പോൾ കണ്ണു തുടയ്ക്കുന്നത് പൂജ കണ്ടു. കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ണിദത്തൻ ഉറങ്ങി. സെൽ അവന്റെ കയ്യിൽ നിന്നെടുത്ത് അവൾ മാറ്റിവെച്ചു. വാൾ ക്ലോക്കിലേക്ക് അവൾ നോക്കി. സമയം 1 മണി കഴിഞ്ഞു 10 മിനിറ്റ് ആയിരിക്കുന്നു. ആദി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് അവൾ ഉറപ്പിച്ചു. അവിടുത്തെ ഫോൺ നമ്പറുകൾ ഉടൻ ബ്ലോക്ക് ചെയ്യാൻ ആദിയോട് ആവശ്യപ്പെടണം. മറ്റേതെങ്കിലും ഫോണിൽ നിന്ന് അവൻ വിളിച്ചാൽ എല്ലാം പാടെ തകിടം മറിയും. ആമി സത്യമറിയും. 2 ദിവസം ഉണ്ണിയെ സൂക്ഷിച്ചേ തീരൂ. മറ്റന്നാൾ അവനെയും കൊണ്ട് ഡൽഹിക്ക് തിരിക്കണം. സിം കാർഡ് മാറ്റിയിട്ട ശേഷം പൂജ മുറി തുറന്ന് പുറത്തു വന്നു. അവിടെ മങ്ങിയ വെട്ടമുണ്ടായിരുന്നു. സെൽ ഓൺ ചെയ്തിട്ട് അവൾ ആദിയുടെ നമ്പറിലേക്ക് വിളിച്ചു. പ്രതികരണമൊന്നും ഉണ്ടായില്ല. മുറിയിലേക്ക് പോകാനായി പൂജ തിരിഞ്ഞപ്പോൾ ക്ലാരമ്മയെ കണ്ടു. പൂജയ്ക്ക് ഈർഷ്യ തോന്നി. ക്ലാരമ്മയ്ക്ക് ഉറക്കമില്ലേ? പൂജ പരുഷമായി ചോദിച്ചു. ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഉറക്കം വരാനാണ്? എടുത്തടിച്ചതുപോലെയുള്ള ക്ലാരമ്മയുടെ മറുപടി പൂജയെ അമ്പരപ്പിച്ചു. ക്ലാരമ്മയുടെ ഉറക്കം കെടുത്തിയത് എന്താ? എനിക്കെന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതോ? എടുത്തടിച്ചതുപോലെ പൂജ ചോദിച്ചു. എന്തിനല്ലെന്ന് പറയണം? ജ്വലിക്കുന്ന കണ്ണോടെ പൂജ ക്ലാരമ്മയെ നോക്കി. ക്ലാരമ്മ വകവയ്ക്കാതെ തുടർന്നു. ഒരു പാവം പെണ്ണിന്റെ കുഞ്ഞിനെ കൈക്കലാക്കി വെച്ചിട്ട് ജീവിതകാലം മുഴുവനും ജയിക്കാമെന്നാണോ കരുതുന്നത്? അവൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള വിവേകം പോലുമില്ലേ? അവന് വേണ്ടത് അവന്റെ അമ്മയെയാ, അല്ലാതെ ഒരു പരിചയക്കാരിയെ അല്ല. അവൻ പോകും അവന്റെ അമ്മയുടെ അടുത്തേക്ക്. എല്ലാവരും വെറുക്കപ്പെട്ടും ഒറ്റപ്പെട്ടും കഴിയുമ്പോൾ എല്ലാം മനസ്സിലായിക്കൊള്ളും. പൂജയ്ക്ക് സഹിക്കാനായില്ല. യു പൂജ ചീറിക്കൊണ്ട് ക്ലാരമ്മയുടെ നേരെ ചെന്നു. എന്താ, തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? തല്ലിക്കോ. ഒരു വേലക്കാരി കൊച്ചമ്മയോട് അതിരുവിട്ട് സംസാരിച്ച തല്ലുക തന്നെ വേണം, അടിച്ചിറക്കി വിടണം. ക്ലാരമ്മയെ തുറിച്ചു നോക്കി പൂജ കിതച്ചു. പെട്ടെന്ന്
ക്ലാരമ്മ ദുർബലയായി. വേണ്ട മോളെ, ഒടുക്കം എന്റെ മോള് തോറ്റുപോകും. മോളുടെ നിയന്ത്രണത്തിൽ അവൻ നിൽക്കില്ല. ആമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പാപം കൂടി എന്റെ മോളെ ഏൽക്കേണ്ടി വരും. അവൻ ആമിക്ക് കൊടുത്തേക്ക്. പൂജ കോപം നിയന്ത്രിച്ചു. എന്റെ മമ്മിയാണ് എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദനിക്കില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ അനുഭവിച്ച ഓരോ അഗ്നി പരീക്ഷണത്തിലും എന്റെ കൂടെ നിന്നവളല്ലേ ക്ലാരമ്മ? ക്ലാരമ്മ മിണ്ടിയില്ല. ക്ലാരമ്മയെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത് മനസ്സിൽ നിന്ന് ഇപ്പോഴും ഉപേക്ഷിച്ച് കളയാത്ത ചില മോഹങ്ങളാണ്. ഞാനും ആദിയും ഒന്നിച്ചുള്ള ജീവിതം, അത് ഈ ജന്മം നടക്കില്ല ക്ലാരമ്മേ. എന്റെ മോന്റെ ശിരസിൽ കൈവച്ച് ഞാൻ സത്യം ചെയ്തു തരാം. ക്ലാരമ്മ ആഗ്രഹിക്കുന്നത് നടക്കില്ല. നൊന്തു പ്രസവിച്ചിട്ടുള്ള ഒരമ്മയാണെങ്കിൽ ഇനി എന്റെ കുഞ്ഞിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറയരുത്. പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വെറുത്തു പോകും. പൂജ വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.